ഈ വീഡിയോയിൽ റേഡിയോൻ്റെ നാലാമത്തെ പാർട്ടാണ് കാണിക്കുന്നത്. കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാം. റേഡിയോ അല്ല, റേഡിയോൻ്റെ ഉപകരണങ്ങൾ, അതായത് ഇപ്പോൾ റെസിസ്റ്റൻസ്, പിന്നെ അത് സോൾഡറിങ് ചെയ്യുന്നത് എങ്ങനെയൊക്കെ, അത് കുറച്ച് ഭാഗമായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റിലെ ഭാഗം അതാണ്. പണ്ട് കാലങ്ങളിൽ ഞങ്ങൾ പഠിച്ചിരുന്ന കാലം, ആ കാലം എന്ന് പറഞ്ഞാൽ 60കൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 70ൻ്റെ അടുത്ത്. അക്കാലത്ത് ഞങ്ങൾക്ക് വീടുകളിലൊന്നും കറണ്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ അക്കാലത്ത് ഞങ്ങൾ റേഡിയോ റിപ്പയർ ചെയ്യുന്നത് വീട്ടിൽ വെച്ച് സോൾഡറിങ് ചെയ്തിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പണ്ടത്തെ ചെറിയ സ്റ്റൗ, ആ സ്റ്റൗ കാറ്റടിച്ചിട്ട് മണ്ണെണ്ണ വാർന്നുള്ള സ്റ്റൗ, ആ സ്റ്റൗവിൽ പിന്നെ അതിൻ്റെ മുകളിൽ കുറഞ്ഞ തീയിൽ സ്ക്രൂഡ്രൈവർ വെച്ച് കണ്ടായിരുന്നു ഞങ്ങളന്ന് അത് സോൾഡർ ചെയ്തിരുന്നത്. നല്ല വൃത്തിയായിട്ട് തന്നെ സോൾഡർ ചെയ്തിരുന്നു. പക്ഷേ ഓവർ ഹീറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം നിങ്ങൾ കൈ പിടിച്ചിക്കണം, ഹീറ്റ് കുറച്ച് ശേഷം സോൾഡർ ചെയ്യും. അങ്ങനെയൊക്കെ വന്നിരുന്നു ആ കാലത്ത്. ഈ സോൾഡറിങ് അയണിൻ്റെ കാര്യം പറയുന്ന കൂട്ടത്തിൽ പല സോൾഡറിങ് അയൺ നമ്മൾ പുതുതായി വാങ്ങി 1 മാസം 2 മാസത്തിനുള്ളിൽ അത് രണ്ടാമത് ചീത്തയായിട്ട് അതിൻ്റെ ഹീറ്റർ കരിഞ്ഞു പോകുന്ന കുറേ അനുഭവം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഇതേമാതിരിക്കത്തെ കോട്ട് ഇപ്പോൾ ഈ 5-8 വർഷത്തിൻ്റെ ഉള്ളിൽ ഒരു 5-6 എണ്ണം പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, പിന്നെ ഞാൻ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതുപോലെ ഒരു ട്രാൻസ്ഫോമർ, ഇതിൽ 110 ഉണ്ട്, 220, 180 ഉണ്ട്, 200 ഉണ്ട്, 220 ഉണ്ട്, 240 ഉണ്ട്. ഇത് കണക്ഷൻ AC വോൾട്ട്. ആ ട്രാൻസ്ഫോമറിൽ ഞങ്ങൾ 150 വോൾട്ട് ആക്കിയിട്ടാണ് ഇപ്പോൾ ഞാൻ ആ അയണ് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 200 വോൾട്ട് നിങ്ങൾക്ക് 200 വോൾട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ ആ 200 വോൾട്ടിന് ലീഡ് എടുത്താൽ മതി. ഞാൻ ചിത്രം വരച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇപ്പോൾ അതിൻ്റെ ട്രാൻസ്ഫോമർ. ഈ ട്രാൻസ്ഫോമറിൻ്റെ DC വോൾട്ട് സപ്ലൈന് ഒന്നും കൊടുത്തോളന്നില്ല, ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അത് AC വോൾട്ടാണ്. ഇപ്പോൾ AC വോൾട്ട്. ഇത് കോമൺ കൊടുക്കുക. അത് ലീഡ് കോമൺ കൊടുക്കുക. പിന്നെ പ്ലസ് ലാസ്റ്റ് 220, 250 കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അടിയിൽ വരുന്ന 110, 150, 220 വോൾട്ടാണ് കറക്റ്റ്. ഇത് കോമൺ തെറ്റാതെ കൊടുക്കണം. കോമണിൽ ഇത് വന്ന് അടുത്തത് 110 വരും, പിന്നെ 180, 220. അതെന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ, ഇതിപ്പോൾ ഷോക്കറ്റാണ്. ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം കാണിച്ചു തരാൻ വേണ്ടി വരക്കുകയാണ്. ഇതിന് ഇത് കോമണാണ്. കോമൺ കൊടുത്താൽ ഇത് 150 കൊടുക്കുക. 150 കൊടുക്കുക. പിന്നെ ഇത് 220 കൊടുക്കുക. 220 കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 230, ഈ 30 ഇല്ലയെന്നുണ്ടെങ്കിൽ 220 ഉള്ളെങ്കിൽ 220 ഈ കണക്ഷൻ ഒഴിവാക്കിയിട്ട് ഇതിങ്ങനെ നേരെ കൊടുത്താലും മതി. അപ്പോൾ ഇതിൽ എന്ത് കിട്ടുമെന്ന് വെച്ചാൽ, ഇതിൽ 110 എന്തായാലും കണക്ഷൻ കൊടുക്കാൻ പാടില്ല. 180, 200, ഈ 220. അപ്പോൾ ഈ നിങ്ങളെ സോൾഡിങ് ആയാണ് ഈ കോട്ടായാലും ഏതായാലും ഇതിലിട്ട് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സോൾഡിങ് ആയാലും വല്ലാതെ ചൂടാവില്ല. കുറഞ്ഞ വോൾട്ടേജ് കൂടിയാലും വല്ലാതെ പിന്നെ
സോൾഡിങ് അയൺ തകരാറ് വരില്ല. പിന്നെ ഇനി വേറൊന്ന് പറയാനുള്ളത്, ഇതിൽ വരുന്ന ലീഡിൽ ഇതിലിപ്പോൾ 12 വോൾട്ട്, 8 വോൾട്ട്, 9 വോൾട്ട്, 12 വോൾട്ടാണ് ഇപ്പോൾ വരുന്നത്. ഇതിലിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വർക്കിംഗ് മറ്റേ ഇപ്പോൾ അതിൽ ലാമ്പ് വേണമെങ്കിൽ ലാമ്പാക്കി ഉണ്ടാക്കി തിരിക്കാം. ലാമ്പാക്കിയിട്ട് 6 വോൾട്ടിൻ്റെ അല്ലെങ്കിൽ 9 വോൾട്ടിൻ്റെ ഒക്കെ ലാമ്പാക്കി തിരിക്കാം. ഈ പണി പറയും. അല്ലാതെ ഇതിൻ്റെ കണക്ഷൻ വേറെ ആവശ്യം വരുന്നില്ല. ഇപ്പം ഈ സോൾഡിങ് ശരിക്ക് പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, റെസിസ്റ്റൻസ് ആയാലും എന്തായാലും നല്ലപോലെ കത്തിയോട് ചുരണ്ടണം. നല്ലപോലെ ചുരണ്ടിയിട്ട് മിനുസപ്പെടുത്തിയിട്ട് സോൾഡർ ചെയ്യുകയാണെങ്കിൽ പിന്നെ സോൾഡിങ് ശരിക്കും പിടിക്കും. പിന്നെ പേസ്റ്റിൻ്റെ ഉപയോഗം കഴിയുന്നത് ഒഴിവാക്കുകയാണ് നല്ലത്. പേസ്റ്റ് ഉപയോഗം എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് ടി വി റിപ്പയർ ചെയ്യുന്നവർക്ക് പ്രശ്നമായിട്ട് വരും. അത് കാരണം പവർ സപ്ലൈയിലൊക്കെ അത് നമ്മൾ ഈ പേസ്റ്റ് പോയി കഴിഞ്ഞാൽ അത് തുടച്ച് നല്ല നല്ലോണം തുടച്ച് വൃത്തിയായെങ്കിലേ അത് കറക്റ്റാവും. അല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് വരാൻ സാധ്യതയുണ്ട്. ഷോർട്ട് സർക്യൂട്ട് വന്നൊരു അനുഭവമായിട്ട് ഇപ്പോൾ അടുത്തൊരാളിൻ്റെ അടുത്ത് വന്നിരുന്നു. അത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഇവിടെ അടുത്ത് തന്നെ ഒരു വർഷം മുമ്പ് സോളാറായിട്ട് ഒരാൾ വന്നിരുന്നു ഇവിടെ. അവർ പരിചയമുള്ള മെക്കാനിക്ക് തന്നെയാണ്. പക്ഷേ അവർക്ക് പുതിയ സ്പെയർ പാർട്സൊക്കെ വെച്ച് സോൾഡർ ചെയ്ത് വന്ന് ഒരുപാട് മുമ്പ് വർക്ക് ചെയ്യണില്ല, ചാർജ് വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കംപ്ലൈൻറ്റ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നതല്ല, അവർ ഇവിടെ അടുത്ത സ്റ്റേറ്റിൽ എവിടെയോ വർക്കിന് വന്ന സമയത്താണ് അത്. പിന്നെ ആരോ പറഞ്ഞാണ് ഇങ്ങനെ ഒരാളുണ്ടാണ്, അങ്ങനെ അവർ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാനത് നോക്കിയപ്പോൾ എനിക്ക് പരിചയമില്ലാത്തൊരു കാര്യമാണ്. ഞാൻ ആദ്യമായിട്ട് ആണ് അതിൻ്റെ സർക്യൂട്ട് തന്നെ കാണേണ്ടത്. ഏതായാലും ഞാൻ അഴിച്ച് നോക്കി. ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ആ പരിചയം കുറവാണ്. അഴിച്ച് നോക്കുമ്പോൾ ബോർഡിൻ്റെ അടി കംപ്ലീറ്റ് ഈ പേസ്റ്റ് ഇട്ടുകൊണ്ട് പരത്തിയിട്ട് കൊണ്ട് ലീക്ക് വന്നിട്ട് അത് ഷോർട്ട് സർക്യൂട്ട് വന്നതാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അത് കംപ്ലീറ്റ് അന്ന് മണ്ണെണ്ണ പെട്രോൾ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ബോർഡിലൊന്നും ചിലപ്പോൾ തേക്കാൻ പറ്റില്ല. മണ്ണെണ്ണയിൽ ഞാൻ ഒരു തുണി മുക്കിയിട്ട് കംപ്ലീറ്റ് തുടച്ച് കളഞ്ഞിട്ട് രണ്ടാം ബ്ലോറിന് കാറ്റടിച്ച് പറ്റ ഉണക്കിയതിന് ശേഷം അവർക്ക് കൊടുത്തു. അപ്പോൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാ പറഞ്ഞത്, പേസ്റ്റ് കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. ഈ റെസിസ്റ്റൻസ് ആയാലും ഏത് റെസിസ്റ്റൻസ് ആയാലും ഇതുപോലെ നല്ലപോലെ മിനുസപ്പെടുത്തി വളരാണെങ്കിൽ കറക്റ്റ് നല്ല സോൾഡിങ് പിടിക്കും. അതിൽ പിന്നെ പേസ്റ്റിന് പകരം പേസ്റ്റ് തന്നെ വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് ഇതിപ്പോൾ ഒരു സാധനം ഇത് നമ്മൾ മരുന്ന് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണത്. മരുന്ന് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ ഇതിൻ്റെ പേര് മലയാളത്തിലെ പേര് എനിക്കറിയുള്ളൂ. അത് കണ്ടിവെണ്ണ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അതിന് ഇംഗ്ലീഷിൽ പേരുണ്ടോയെന്ന് അറിയില്ല. ഇംഗ്ലീഷിൽ പേരിഞ്ഞ് പറഞ്ഞ് നിങ്ങൾ പിന്നെ അവരടുത്ത് ചെന്നാലും അവർക്ക് പിന്നെ വൈദ്യർക്ക് ചിലപ്പോൾ മനസ്സിലായിക്കോണം. കാരണം നാടൻ വൈദ്യന്മാർ എന്ന് പറഞ്ഞാൽ ഈ മരുന്ന് കൊത്തിയരിഞ്ഞ് വിൽക്കുന്ന കടയാണ്, അല്ലാതെ കുപ്പിയിൽ വിൽക്കുന്ന കടകളല്ല. അവിടെ ഇങ്ങനെ ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു ഇരുമ്പിൻ്റെ പ്ലേറ്റ് ഇപ്പോൾ ഇത് ചെയ്താൽ ഇപ്പോൾ ഇത് ടേബിൾ ലാമ്പിലാണ് ഞാനത് വെക്കുന്നത്. സോളിയായാണ് ചൂടായിട്ടില്ല, ഇപ്പോൾ കൊത്തിയിട്ടുള്ളൂ. കൊത്തി വെച്ചിട്ടുണ്ട്. ടൈമിങ് പിടിച്ചിട്ടുണ്ട്. റെസിസ്റ്റൻസ് സോൾഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെഡ് എടുത്തിട്ട് ഇങ്ങനെ ഇത് കുടിച്ച് ഇങ്ങനെ വലിച്ചാൽ തന്നെ സോൾഡറിങ് പിടിക്കും. അതിനിപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നില്ല. ബോർഡിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം ഇത് ഇങ്ങനെ സോളിയായ കുത്തിയിട്ട് അതിൻ്റെ അറ്റത്ത് കാട്ടി കൊടുത്തതിന് ശേഷം പിന്നെ ലെഡ് വെച്ചാൽ തന്നെ നേരം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ വരുന്ന ലെഡുകളിൽ ഇപ്പോൾ ഈ പേസ്റ്റ് ഉപയോഗിക്കേണ്ട യാതൊരു കാര്യമില്ല. പക്ഷേ ഇതിനിപ്പോൾ പരന്നാലും ബോർഡിൽ പരന്നാലും ഷോർട്ട് സർക്യൂട്ട് വരില്ല. ഇതിന് പറയാനുള്ളത്
കാര്യങ്ങളിലേക്ക് ഞങ്ങൾ തിരിച്ചു വരാം. നോമ്പ് ചെയ്യട്ടെ.